നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അറക്കുളം AEO ഓഫീസിന് മുമ്പിൽ KPSTA പ്രതിഷേധ ധർണ നടത്തി. മുൻ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി VM ഫിലിപ്പച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാഴ്ത്തി LDF പീരുമേട് നിയോജക മണ്ഡലതല കൺവെൻഷൻ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK അഷ്റഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പെരിക്കോണി റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 24-ന് പെരിക്കോണി വെയിറ്റിംഗ് ഷെഡിൽ വെച്ച് സായാഹ്ന ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാരുണ്യം കുടുംബസുരക്ഷാ പദ്ധതിയിൽ ചേർന്ന ശേഷം മരണമടഞ്ഞ അംഗങ്ങൾക്കുള്ള ക്ലെയിം തുക വിതരണവും ഏകോപന സമിതി ജില്ലാ കൗൺസിൽ യോഗവും 21-ന് ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ വെച്ച് നടത്തുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വന്യജീവി ആക്രമണമടക്കം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ എന്നും ഇടുക്കിക്കൊപ്പമെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. വാർത്തകൾ വിശദമായി. അറക്കുളം AEO ഓഫീസിന് മുമ്പിൽ KPSTA പ്രതിഷേധ ധർണ നടത്തി. മുൻ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി VM ഫിലിപ്പച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. അറക്കുളം ഉപജില്ലാ സെക്രട്ടറി ജിനു ജെയിംസ് അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധാത്മകമായി സർക്കുലർ കത്തിച്ച് സംസ്ഥാന സെക്രട്ടറി PM നാസർ മുഖ്യപ്രഭാഷണം നടത്തി. നാടുഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെക്കൂ, പുറത്തു പോകൂ പിണറായി. ദൂരത്തിൽ നമ്പർ 1 ആയി. മുൻകാല പ്രാബല്യമില്ലാത്ത ക്ഷാമബത്ത ഉത്തരവ് പിൻവലിക്കുക, മുഴുവൻ കുടിശ്ശികയും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KPSTA സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം അറക്കുളം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അറക്കുളം AEO ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. മുൻ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി VM ഫിലിപ്പച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജുഡീഷ്യൽ ഓഫീസർമാർക്കും കോളേജ് പ്രൊഫസർമാർക്കും IPSകാർക്കെല്ലാം ഈ DA പൂർണ്ണമായും കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ മന്ത്രിമാര് KN ബാലഗോപാൽ അടക്കമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ്, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പ്രഭാവർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങളും വളരെ ദുരിതമനുഭവിക്കുന്ന വിഭാഗക്കാരാണ്. പ്രഭാവർമ്മയ്ക്ക് ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങി പിരിഞ്ഞ ആളാണ്, ഇപ്പൊ ₹1,00,000 ശമ്പളം വാങ്ങുന്ന ആളാണ്. അവരും ഞങ്ങളും പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് ഞങ്ങളുടെ DA ഒക്കെ തരണമെന്ന് പറഞ്ഞു. അവരുടെയും DA പൂർണ്ണമായിട്ട് കൊടുത്തു തീർത്തു. അവർക്ക് മുൻകാല പ്രാബല്യം കൊടുത്തു. അപ്പൊ 2021 മുതൽ ഈ മന്ത്രിമാരും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവർക്ക് ആശ്രയിക്കേണ്ട സവർണ വിഭാഗത്തിൽപ്പെട്ട സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരുടെ DAയും അവരുടെ ആനുകൂല്യങ്ങളും പൂർണ്ണമായി കൊടുത്തു തീർത്തപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ക്ലർക്കുമാരുടെയും സൂപ്രണ്ടുമാരുടെയും അധ്യാപകരുടെയും പ്യൂൺമാരുടെയും അതുപോലെ തന്നെ താഴെയുള്ള ക്ലീനിക് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെയും DA കൊടുത്തപ്പോൾ അവർ വല്ലാതെ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ മുണ്ടുപുറക്കി വിടണം, കേരള സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന്. അറക്കുളം ഉപജില്ലാ സെക്രട്ടറി ജിനു ജെയിംസ് അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധാത്മകമായി സർക്കുലർ കത്തിച്ച് സംസ്ഥാന സെക്രട്ടറി PM നാസർ മുഖ്യപ്രഭാഷണം നടത്തി. KPSTA സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജയസമ്മ ജെയിംസ്, ഉപജില്ലാ സെക്രട്ടറി ലീന മാത്യു, സുനിൽ P തോമസ്, സിബി K ജോർജ്, രാജ്മോഹൻ ഗോവിന്ദ്, രതീഷ് VR, ഷിൻഡോ ജോസ്, ജോസ് ലിനിൻ ജോസഫ്, ലീന KS എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ നിർധന കുടുംബത്തിലെ ജീവനക്കാരന്റെ കുടുംബത്തിന് കൈത്താങ്ങായി ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വണ്ടിപ്പെരിയാർ ശാഖ. സ്ഥാപനത്തിൽ 8 മാസം മാത്രം സേവനമനുഷ്ഠിച്ച് കഴിഞ്ഞ 4 മാസം മുൻപ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ട വണ്ടിപ്പെരിയാർ ഡൈമുക്ക് സ്വദേശി രാജാറാമിന്റെ കുടുംബത്തിനാണ് ധനസഹായ തുക കൈമാറിയത്. സ്ഥാപനത്തിലെ ചുരുങ്ങിയ കാലയളവിലെ രാജാറാമിന്റെ സേവനം സ്തുത്യർഹമായിരുന്നതായും പ്രിയപ്പെട്ട സഹപ്രവർത്തകനായിരുന്നു രാജാറാമെന്നും ജീവനക്കാർ സ്മരിച്ചു. ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വണ്ടിപ്പെരിയാർ ശാഖയിലെ ജീവനക്കാരനായിരുന്ന
തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ ഡൈമുക്ക് സ്വദേശി രാജാറാം കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുൻപാണ് ഹൃദയാഘാതം മൂലം അകാലത്തിൽ മരണമടഞ്ഞത്. നിർധന തോട്ടം തൊഴിലാളി കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്ന ഈ കുടുംബത്തിന് കൈത്താങ്ങാവുകയാണ് ഈ യുവാവ് ജോലി ചെയ്തിരുന്ന ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വണ്ടിപ്പെരിയാർ ശാഖ ഓഫീസിൽ നടന്ന ധനസഹായ വിതരണ ചടങ്ങിൽ ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് സെയിൽസ് ഹെഡ് സുബി ജി നായർ അധ്യക്ഷനായിരുന്ന അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത് ധനസഹായ തുക കുടുംബത്തിന് കൈമാറി. ഇതാണെങ്കിലും പെട്ടെന്നുള്ള രാജാറാമിൻ്റെ യോഗം നമ്മളെല്ലാവരെയും ഞെട്ടിച്ചു. ആദ്യം നമുക്കത് വാർത്ത കേട്ടപ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. മറ്റു പലരോടുമൊക്കെ 2-3 തവണയൊക്കെ ചോദിച്ച് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഇത് പറയാൻ പോലുമുള്ള ധൈര്യം നമുക്കുണ്ടായത്. ആ വിഷമത്തിൽ, കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ, ഈ സ്ഥാപനത്തിൻ്റെ ജീവനക്കാരുടെ ദുഃഖത്തിൽ എല്ലാം ഞാൻ പങ്കുചേരുകയാണ്. ഒരു ആൾ ഒറ്റപ്പെടുമ്പോൾ, ഒരു കുടുംബം ഒറ്റപ്പെടുമ്പോൾ ആ കുടുംബത്തെ ചേർത്ത് നിർത്തുകയും നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുക മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ ഒരു ദൈവ നിയോഗമാണ്. ഭാര്യയും 4 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയും 4 മാസം പ്രായമായ ആൺകുട്ടിയും അടങ്ങുന്നതാണ് മരണപ്പെട്ട രാജാറാമിൻ്റെ കുടുംബം. ഇവർക്ക് ധനസഹായമായി 3 ലക്ഷത്തോളം രൂപയാണ് സ്ഥാപനം നൽകിയത്. സോണൽ മാനേജർ MS രാജീവ്, റീജിയണൽ മാനേജർ രാജേഷ് നായർ, ഏരിയ മാനേജർ വർഗീസ് കുര്യൻ, ബ്രാഞ്ച് മാനേജർ ദിവ്യ സോമൻ, സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന കെട്ടിട ഉടമ ET വേണുഗോപാൽ ആചാരി, പൊതുപ്രവർത്തകൻ ഷാജി കുരിശുമൂട്, സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ ധനസഹായ വിതരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സ്ഥാപനത്തിലെ ചുരുങ്ങിയ കാലയളവിലെ രാജാറാമിൻ്റെ സേവനം സ്തുത്യർഹമായിരുന്നതായും പ്രിയപ്പെട്ട സഹപ്രവർത്തകനായിരുന്നു രാജാറാമെന്നും ജീവനക്കാർ സ്മരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിരയിലാഴ്ത്തി LDF പീരുമേട് നിയോജക മണ്ഡലം തല കൺവെൻഷൻ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK അഷ്റഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കർഷകരോട് പ്രതിബദ്ധതയില്ലാത്ത നരേന്ദ്രമോദി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാൻ പാടില്ലെന്ന് വിധിയെഴുതുന്ന തിരഞ്ഞെടുപ്പായി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് KK അഷ്റഫ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തോട്ടം മേഖലയെ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാഴ്ത്തിയാണ് പീരുമേട് നിയോജക മണ്ഡലം തല കൺവെൻഷൻ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നത്. LDF പീരുമേട് നിയോജക മണ്ഡലം കൺവീനർ ജോസ് ഫിലിപ്പ് കൺവെൻഷനിൽ അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് രാരിച്ചൻ നീറണാക്കുന്നേൽ സ്വാഗതം ആശംസിച്ച കൺവെൻഷൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കർഷകരോട് പ്രതിബദ്ധതയില്ലാത്ത നരേന്ദ്രമോദി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് വിധിയെഴുതുന്ന തെരഞ്ഞെടുപ്പായി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് KK അഷ്റഫ് പറഞ്ഞു. ആയിരക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്യുകയും സമരമുഖത്ത് മരിച്ചു വീഴുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു നാടായി ഈ രാജ്യത്തിലെ കാർഷിക രാജ്യമായ നമ്മുടെ രാജ്യത്ത് കർഷകർക്ക് ഈ ദുസ്ഥിതി ഉണ്ടായെങ്കിൽ ഈ ഭരണകൂടത്തെ നാം എങ്ങനെ വിലയിരുത്തും? സമാധാനം പറയേണ്ട ഒരു ഗവൺമെന്റാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ 10 വർഷം കൊണ്ട് സ്വന്തം കാർഷിക വൃത്തി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ കടം പേറി ആത്മഹത്യ ചെയ്തത് എന്ന് നിങ്ങൾ ഓർക്കണം. അവരവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി നൂറുകണക്കിന് ആളുകളാണ് സമരമുഖത്ത് മരിച്ചു വീണവർ. ഈ ഗവൺമെന്റിനെതിരായി സമരം ചെയ്തു. ആ ഗവൺമെന്റിന് ഈ കേരളത്തിലെ കർഷകരോട് പ്രതിബദ്ധതയില്ല എന്ന് വന്നപ്പോ ആ കർഷകരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് ഈ രാജ്യത്തെ കർഷകർ വിധിയെഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറും. പീരുമേട് MLA വാഴൂർ സോമൻ കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പീരുമേട് നിയോജക മണ്ഡലം തല പരിപാടികളുടെ വിശദീകരണം നിയോജക മണ്ഡലം സെക്രട്ടറി R തിലകൻ നിർവഹിച്ചു. തുടർന്ന് LDF പീരുമേട് നിയോജക മണ്ഡലം കൺവെൻഷന് അഭിവാദ്യം അർപ്പിച്ച് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് സംസാരിച്ചു. നമ്മുടെ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളും ദരിദ്രം ഉൾപ്പെടുന്ന ആളുകൾ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിവേചിക്കപ്പെടുകയും അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കം ചെയ്യുന്ന സമീപനമുണ്ടാകുന്ന എല്ലാ ഘട്ടത്തിലും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ സംവിധാനങ്ങളെ ആകെ തകർക്കുന്ന നമ്മുടെ ഭരണഘടനാ തത്വങ്ങളെയും ഭരണഘടനാ ധാർമ്മികതയ്ക്കുമെതിരായ നിലപാടുകൾ ഉണ്ടാകുന്ന ഏത് സാഹചര്യം ഉണ്ടായാലും എനിക്ക് നിങ്ങൾക്കൊരു ഉറപ്പാണ് നൽകുവാനുള്ളത്. നമ്മൾ ഈ പാർലമെന്റിൽ വിജയിക്കുകയും നിങ്ങൾ എന്നെ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്താൽ ഇടുക്കിയിലെ പാർലമെന്റ് അംഗം ഒരിക്കലും ആ ഘട്ടങ്ങളിൽ ഒരിക്കലും നിശബ്ദനായിരിക്കില്ല, സംസാരിച്ചുകൊണ്ടേയിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും.
CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് കോഴിമല, LDF നേതാക്കളായ PS രാജൻ, ജോണി ചെരുവുംപുറം, G വിജയാനന്ദ്, S സാബു, KT ബിനു, ES ബിജിമോൾ, N നവാസ്, ആശ ആന്റണി, GK ഫിലിപ്പ്, KN റോയ്, PK വിനോദ് തുടങ്ങിയവർ കൺവെൻഷനിൽ സംസാരിച്ചു. പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിന്ന് നിരവധി പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. പെരിക്കോണി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 24-ന് പെരിക്കോണി വെയിറ്റിംഗ് ഷെഡിൽ വെച്ച് സായാഹ്ന ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ട്രായ്ക്ക് പ്രസിഡന്റ് TM ശശി ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മുനിസിപ്പൽ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ധർണയിൽ പങ്കെടുക്കും. കള്ള സത്യവാങ്മൂലം നടത്തി മുനിസിപ്പാലിറ്റിയെ വഞ്ചിച്ചും കെട്ടിട നിർമ്മാണാനുമതിയും കെട്ടിട നമ്പറും നേടിയെടുത്ത അവിനാഷ് ജോസഫ് ഷാജൻ മാത്യു എന്നിവർക്കെതിരെയും അതിന് കൂട്ടുനിന്ന് അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പെരിക്കോണി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 24-ന് പെരിക്കോണി വെയിറ്റിംഗ് ഷെഡിൽ വെച്ച് സായാഹ്ന ധർണ സംഘടിപ്പിക്കുന്നത്. ഫ്ലാറ്റ് നിർമ്മിക്കുന്ന സ്വകാര്യ വ്യക്തി ഒരു നീർച്ചാല് പെരിക്കോണി പ്രദേശത്തെ ഒരു ചെരിഞ്ഞ പ്രദേശമാണ്. ആ പ്രദേശത്തെ മുഴുവൻ വെള്ളവും ഒഴുകി പോകുന്ന, മഴക്കാലത്ത് വെള്ളം ശക്തിയായി ഒഴുകി പോകുന്ന നീർച്ചാല് നേരത്തെ മുതൽ അത് ഇടവഴിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഒരു 100 വർഷത്തിലധികമായിട്ട് പെരിക്കോണി പ്രദേശത്തെ ആളുകൾ റോഡ് സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇടവഴി. ഇപ്പോൾ അതിലെയാണ് വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നീർച്ചാല് കയ്യേറി കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. ഈ കെട്ടിട നിർമ്മാണം അനധികൃതമാണ്, ഈ തൊണ്ട് ഇടവഴി കയ്യേറിയാണ് നിർമ്മിക്കുന്നതെന്ന് കാണിച്ച് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തിരുന്നു. മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ചെയ്തു. ഈ ഇടവഴി ഇദ്ദേഹത്തിന് അർഹതപ്പെട്ടതല്ല എന്ന് കാണിച്ച് 2019-ൽ കോടതി വിധി ഉണ്ടായിട്ടുള്ളതാണ്. ഈ കോടതി വിധി മറച്ചു വെച്ചുകൊണ്ട് ഈ ഇടവഴിയിൽ കൂടി ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. ഇടവഴിയുടെ മുകളിൽ പോസ്റ്റ് ഇലക്ട്രിക് ലൈൻ, പഴയ ഇലക്ട്രിക് ലൈൻ ഉണ്ട്. ഈ ഇലക്ട്രിക് ലൈനും അതുപോലെ ഈ കോടതി വിധിയും ഉള്ളത് മറച്ചു വെച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇദ്ദേഹം BA 120/2021 നമ്പറായിട്ട് ബിൽഡിംഗ് പെർമിറ്റ് കരസ്ഥമാക്കി. ഈ ബിൽഡിംഗ് പെർമിറ്റ് വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം നിർമ്മാണ പ്രവർത്തനം അവിടെ ആരംഭിക്കുന്നത്. അത് സംബന്ധിച്ചാണ് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തത്. ട്രാക്ക് പ്രസിഡന്റ് TM ശശി ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മുനിസിപ്പൽ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ധർണയിൽ പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹേമരാജ്, ജോമോൻ, അബി, ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. MM മണി നടത്തിയത് തെറിയഭിഷേകമാണെന്നും ഇതൊന്നും നാടൻ പ്രയോഗമായി കരുതാനാവില്ലെന്നും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. നേരത്തെയും തനിക്കെതിരെ ഇത്തരത്തിൽ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്താണ് CPM ആഗ്രഹിക്കുന്നതെങ്കിൽ തന്റെ ഭാഷാശൈലി അതല്ല. ഇടുക്കി ഇപ്പോൾ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും കാരണം ഇടതു സർക്കാരാണെന്നും MP കുറ്റപ്പെടുത്തി. MM മണിയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച MP ഡീൻ കുര്യാക്കോസ്, MM മണി നടത്തിയത് തെറിയഭിഷേകമാണ്, ഇതൊന്നും നാടൻ പ്രയോഗമായി കരുതാനാവില്ല. നേരത്തെയും തനിക്കെതിരെ ഇത്തരത്തിൽ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ പദപ്രയോഗം നടത്താൻ ലൈസൻസ് കിട്ടിയിട്ടുണ്ടെന്ന തെറ്റിദ്ധാരണയിലാണ് MM മണി. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നതാണ് CPM ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഷാശൈലി അതല്ല. ഇടുക്കി ഇപ്പോൾ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും കാരണം ഇടതു സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹം സ്ഥിരമായി എനിക്കെതിരെ ഈ വിധത്തിലുള്ള ഭാഷാപ്രയോഗങ്ങൾ നടത്താറുള്ളയാളാണ്. അതിന് അദ്ദേഹത്തിന് എന്തോ ലൈസൻസ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ള ഒരു ശൈലിയാണ് ഇവരാഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഷാശൈലിയിൽ അങ്ങനെയൊരു പദപ്രയോഗങ്ങൾ ഞാൻ ശീലിച്ചിട്ടില്ല, ഞാനിവിടെ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ശ്രീ MM മണി മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഇടുക്കി ജില്ലക്കാർ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും കേന്ദ്രബിന്ദുവായി നിന്നുകൊണ്ട് ഈ ജനവിരുദ്ധ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ച മന്ത്രിസഭാ യോഗങ്ങളിൽ ശ്രീ മണി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായി. എന്നുവെച്ചാൽ ജില്ലക്കെതിരായിട്ടുള്ള ഗവൺമെൻറ് ഉത്തരവുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത്. നിർമ്മാണ നിരോധനം അടിച്ചേൽപ്പിച്ചത് ഈ സർക്കാരാണ്. MM മണി ക്യാബിനറ്റിൽ പങ്കെടുക്കുമ്പോഴാണ്. ബഫർ സോൺ 1 കിലോമീറ്റർ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എന്നുള്ള തീരുമാനങ്ങൾ എടുത്തത് MM മണി മന്ത്രിയായിരിക്കുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട മതികെട്ടാൻ ചോലയിൽ ഇപ്പോഴും 1 കിലോമീറ്റർ ബഫർ സോണിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട്
അല്ലെങ്കിൽ 0 ബഫർ സോൺ എന്നുള്ള സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് പോലും സംസ്ഥാന ഗവൺമെൻറ്റിന് തീരുമാനമെടുക്കാമെന്നിരിക്കെ മതികെട്ടാൻ ചോലയിൽ അത് തിരുത്തി കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അതോടൊപ്പം അദ്ദേഹം MLA ആയിരിക്കുന്ന മണ്ഡലത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ചിന്നക്കനാലിൽ ഇപ്പോഴും വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ വനഭൂമി ഐഡൻറ്റിഫൈ ചെയ്ത് റിസർവ് ഫോറസ്റ്റാക്കി ഗവൺമെൻറ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെങ്കുളത്ത് റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇടതുപക്ഷ സർക്കാരും ശ്രീ MM മണിയും ഒക്കെ ജനപ്രതിനിധിയായിരിക്കുന്ന കാലഘട്ടത്തിൽ സർക്കാർ എടുത്തിട്ടുള്ള നിർണായകമായിട്ടുള്ള വിചിത്ര തീരുമാനങ്ങളാണ്. അപ്പോൾ ഈ തീരുമാനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ജില്ലയ്ക്ക് ഏറ്റവും ദോഷകരമായി വന്നിട്ടുള്ളത്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാണ്. അപ്പോൾ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്ന ശ്രീ MM മണി ഈ വിധത്തിൽ എന്നെ തെറിയഭിഷേകം നടത്തി ശ്രദ്ധ തിരിച്ചു വിടാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. MM മണി മന്ത്രിയായിരുന്ന കാലത്താണ് ബഫർ സോൺ ഉത്തരവും നിർമ്മാണ നിരോധനവും കൊണ്ടുവന്നത്. എന്തുകൊണ്ട് അതിനെ എതിർത്തില്ലെന്ന് MM മണി വ്യക്തമാക്കണം. തെറിയഭിഷേകം നടത്തി ശ്രദ്ധ തിരിച്ചുവിടാമെന്നാണ് മണി ആഗ്രഹിക്കുന്നതെങ്കിൽ നടക്കില്ലെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാരുണ്യ കുടുംബസുരക്ഷാ പദ്ധതിയിൽ ചേർന്ന ശേഷം മരണമടഞ്ഞ അംഗങ്ങൾക്കുള്ള ക്ലെയിം തുക വിതരണവും ഏകോപന സമിതി ജില്ലാ കൗൺസിൽ യോഗവും 21-ന് ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ വെച്ച് നടത്തുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുയോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും കൗൺസിൽ യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരിയും ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ അധ്യക്ഷത വഹിക്കും. കാരുണ്യം പദ്ധതിയുടെ ക്യാഷ് അടവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ പ്രസന്റേഷൻ, ID കാർഡ് വിതരണം എന്നിവ യോഗത്തിൽ നടക്കും. കാരുണ്യം കുടുംബസുരക്ഷാ പദ്ധതി ചേർന്ന് മരണമടഞ്ഞ 3 അംഗങ്ങൾക്കുള്ള ക്ലെയിം തുക വിതരണവും ഏകോപന സമിതി ജില്ലാ കൗൺസിൽ യോഗവും 21-ന് ഉച്ചയ്ക്ക് 2-ന് ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ വെച്ച് നടക്കും. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ അധ്യക്ഷത വഹിക്കുന്ന യോഗം കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ സിബി കൊല്ലംകുടി ആമുഖ പ്രസംഗം നടത്തും. തുടർന്ന് മരണമടഞ്ഞ 3 അംഗങ്ങളുടെ ആശ്രിതർക്കുള്ള 5 ലക്ഷം രൂപ വീതമുള്ള ക്ലെയിം തുക വിതരണം മന്ത്രി നിർവഹിക്കും. പിന്നീട് നടക്കുന്ന ജില്ലാ കൗൺസിൽ യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്യും. കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ 2ാമത് ഗഡു മരണാനന്തര തുകയുടെ വിതരണം നാളെ കഴിഞ്ഞ് 21-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ഇടുക്കി ജില്ലാ വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് ബഹുമാന്യായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ആ തുകയുടെ വിതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. വ്യാപാരികളിൽ കുടുംബസുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായി ചേർന്നിട്ടുള്ള 8700ഓളം ആളുകളിൽ ആര് മരണപ്പെട്ടാലും അവരുടെ മരണാനന്തര ഡോക്യുമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയാൽ 30 ദിവസത്തിനകം ആ കുടുംബത്തിന് അവകാശിയായി ആരെയാണോ തന്നിട്ടുള്ളത് അവർക്ക് 5 ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണ് കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതി. കാരുണ്യം പദ്ധതിയുടെ ക്യാഷ് അടവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ പ്രസന്റേഷൻ, ID കാർഡ് വിതരണം എന്നിവ യോഗത്തിൽ നടക്കും. കാരുണ്യം പദ്ധതിയുടെ യൂണിറ്റ് വെൽഫെയർ ഓഫീസർമാരും പദ്ധതിയിൽ ചേർന്നിട്ടുള്ള അംഗങ്ങളും ജില്ലാ കൗൺസിൽ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, വെൽഫെയർ സൊസൈറ്റി സെക്രട്ടറി R രമേശ്, ട്രഷറർ സിബി കൊച്ചുവള്ളാട്ട്, മറ്റ് ജില്ലാ ഭാരവാഹികൾ, സൊസൈറ്റി ബോർഡ് അംഗങ്ങൾ എന്നിവർ പ്രസംഗിക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ, വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ സിബി കൊല്ലംകുടി, ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, സൊസൈറ്റി സെക്രട്ടറി R രമേശ്, ഏകോപന സമിതി ജില്ലാ ഭാരവാഹികളായ R ജയശങ്കർ, NP ചാക്കോ, P അജീവ്, സാലി S മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ സഹ്യതാളം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം കാഞ്ഞിരമറ്റം ഗ്രാമീണ വായനശാല അങ്കണത്തിൽ നടന്നു. സഹ്യതാളം കലാസാഹിത്യവേദി പ്രസിഡന്റ് മിനി റെജിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ സഹ്രതാളം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം കാഞ്ഞിരമറ്റം ഗ്രാമീണ വായനശാല അങ്കണത്തിൽ നടന്നു. സഹ്രതാളം കലാസാഹിത്യവേദി പ്രസിഡന്റ് മിനി റെജിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് രക്ഷാധികാരി ഗോപിനാഥൻ, സെക്രട്ടറി ജോർജ് മുഞ്ഞനാടൻ, വൈസ് പ്രസിഡന്റ് KK വിജയൻ, ജോയിന്റ് സെക്രട്ടറി ബേബി മാത്യു അടിമാലി, തിരക്കഥാകൃത്ത് സജിത ഭാസ്കരൻ, കവി രാജേന്ദ്രൻ ത്രിവേണി, കവി സുധാകരൻ, കവി മധു പത്മാലയം, എഴുത്തുകാരൻ
കലാകാരൻ സോമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇടുക്കിയിലെ കവികളുടെ കവിയരങ്ങ് സംഘടിപ്പിച്ചു. KM വർഗീസ്, ഇന്ദിര രവീന്ദ്രൻ, ശശികല, അജിത സത്യൻ, അജയൻ, ഇന്ദിരാ മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിന്നെ ഗ്രസിപ്പതും കരൾ നൊന്തു ഇന്നു നീ ജന്മത്തെ പഴിപ്പതും അഗ്നിപർവ്വതം പോലിന്നു നിന്നച്ഛന്റെ അന്തരംഗം നീറിപ്പുകയുന്നതും കണ്ടു ഞാൻ. മാലിമലച്ചൊരിയുന്ന കറുമ്പിപ്പെണ്ണേ, മാനത്തെ മട്ടുപ്പാവിലെ കുറുമ്പിപ്പെണ്ണേ, താലോലം കിളിവായോ, തായോട്ടൊന്നു വായോ, തന്നിരിത്തിരി ഇത്തിരി ഇത്തിരി തായോ. സൈനികർ ഭാരതത്തിൻ ധീരരായ സൈനികർ, നാട്ടുകാരുറങ്ങവേ നാടിനായുണർന്നവർ, നാടുവിന്റെ നാലുദിക്കും കാവലായി നിന്നവർ. വന്യജീവി ആക്രമണമടക്കം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ എന്നും ഇടുക്കിക്കൊപ്പമെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം. ഇടുക്കി ജില്ലയിലെ വന്യമൃഗ ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഇടുക്കി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നിയമം പാസാക്കിയിട്ട് ഇടുക്കിയിലെ വന്യജീവി ആക്രമണങ്ങൾ പരിഹരിച്ചാൽ മതിയെന്ന ചിന്തയില്ല. കാടിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ മനുഷ്യനെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാൻ വനംവകുപ്പ്, കിഫ്ബി, റീബിൽഡ് കേരള ഫണ്ടുകൾ ഉപയോഗിച്ചും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവരുടെ ഫണ്ട് ഉപയോഗിച്ചുമുള്ള നിരവധി പദ്ധതികളുണ്ട്. ഇവ തമ്മിൽ ഏകോപനമില്ലെന്നുള്ളത് വസ്തുതയാണ്. വനാതിർത്തി പങ്കിടുന്ന മുഴുവൻ പ്രദേശങ്ങളും സംരക്ഷിക്കപ്പെടണം. അതിന് തൂക്കുവേലികളോ ട്രെഞ്ചുകളോ അങ്ങനെ എന്ത് സംവിധാനമാണ് വേണ്ടതെന്ന് ശാസ്ത്രീയ പഠനത്തിലൂടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ഈ സ്ഥാപിത താല്പര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഏറ്റവും ഫനാറ്റിക് ആയിട്ടുള്ള മൗലികമായ ഏറ്റവും തലത്തിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ ജീവൻ അപ്പുറത്തേക്ക്, മനുഷ്യന്റെ താല്പര്യത്തിനപ്പുറത്തേക്ക്, മനുഷ്യനപ്പുറത്തേക്ക് പ്രകൃതിയെയും മറ്റുള്ളവരെയും ഒക്കെ പ്രതിഷ്ഠിക്കുന്ന സാഹചര്യം, അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. ജനങ്ങൾ ഒന്നാകെ അതിനെതിരെ പ്രതികരിക്കും, പ്രതിരോധിക്കുമെന്ന സന്ദേശമാണ് 2014 പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ലോകത്തിന് മുമ്പിൽ ഉണ്ടായത്, അല്ലെങ്കിൽ പൊതുവെ ഉണ്ടായത്. അതിന്റെ തുടർച്ചയിലാണ് 5 വർഷക്കാലം പാർലമെന്റ് അംഗമായി ഞാൻ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അതൊരു പോരാട്ടത്തിന്റെ, പ്രതിരോധത്തിന്റെ കാലമായി. ഭരണകൂട സംവിധാനങ്ങൾ, അതിനെതിരായ കൃത്യമായ നിലപാടുകൾ. ഇപ്പോൾ ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിന് വേണ്ടി ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എക്സിക്യൂട്ടീവിന്റെ ഒക്കെ ഭാഗത്ത് നടപടികൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ ചെറുത്തുനിൽപ്പും പ്രതിരോധവും. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അത് ഏത് മുന്നണിയാണെങ്കിലും ഈ ജനങ്ങൾക്കെതിരായി നിലപാടുകൾ എടുത്ത ഘട്ടത്തിലൊക്കെ കർക്കശമായ നിലപാടെടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം മാമലക്കണ്ടം അവിടെ എളമ്പാശ്ശേരി റോഡുമായി ബന്ധപ്പെട്ട്
ബഹുമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വനം വകുപ്പ് മന്ത്രിയായപ്പോൾ ഉണ്ടായ വിഷയങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി വിഷയങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലാവരുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറുത്തുനിൽപ്പിന്റെ കാലത്തിനൊടുവിൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. വനം, റവന്യൂ, അഗ്നിരക്ഷാസേന, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചാകും പദ്ധതി രൂപീകരിക്കുക. MP ഫണ്ടിന്റെ 30% ഇതിനായി ഉപയോഗിക്കും. ഫണ്ടിന്റെ അപര്യാപ്തതയുണ്ടായാൽ CSR ഫണ്ട് സ്വരൂപിക്കാനാകും. ഏകോപന ചുമതലയും ഏറ്റെടുക്കും. ഔദാര്യത്തിനായി കാത്തുനിൽക്കുന്നവരായി മലയോര മേഖലയിലെ ജനങ്ങളെ വിട്ടുകൊടുക്കാനാവില്ല. മനുഷ്യർ കയ്യേറി കാടിന്റെ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചെന്നും മൃഗങ്ങൾ ഇറങ്ങി മനുഷ്യനെ കൊല്ലുമെന്നുമാണ് പൊതുബോധം. ശാസ്ത്രീയ ഇടപെടലിലൂടെ ഇത് മാറ്റണമെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് വർക്ക്ഷോപ്പ് നിക്ഷേപക ബോധവൽക്കരണ പരിപാടി കരിമണ്ണൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തി. കരിമണ്ണൂർ CDS ചെയർപേഴ്സൺ പുഷ്പ വിജയൻ സ്വാഗതം ആശംസിച്ചു. സുരേഷ് അയ്യർ, ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ മഞ്ജിമ വിജയൻ എന്നിവർ ക്ലാസ് നയിച്ചു. ജില്ലാ മിഷൻ മൈക്രോ ഫിനാൻസ് പ്രോഗ്രാം മാനേജർ സൂര്യ CS ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. RBIയുടെ ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട് സ്കീം പ്രകാരം ഗ്രാമീണ മേഖലകളിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് വർക്ക്ഷോപ്പ് നിക്ഷേപക ബോധവൽക്കരണ പരിപാടി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കരിമണ്ണൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. RBIയുടെ നേതൃത്വത്തിൽ നടന്ന പരിശീലനത്തിൽ ബാങ്കിംഗ് സേവനത്തെക്കുറിച്ചും സുരക്ഷിതമായ പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിനും സമ്പാദ്യം ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന്റെ ആവശ്യകതയെപ്പറ്റിയും സുരേഷ് അയ്യർ, ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ മഞ്ജിമ വിജയൻ എന്നിവർ ക്ലാസ് എടുത്തു. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സേവിങ്സ് ബഡ്ജറ്റിംഗ് എന്നുള്ള ഒരു മൊഡ്യൂളാണ് ആദ്യം വെച്ചിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് എന്താ വെച്ചാൽ വിവിധ ഇനം ബാങ്കുകൾ, ഏതൊക്കെ ടൈപ്പ് ബാങ്കുകളുണ്ട്, ബാങ്കുകളിലൂടെയുള്ള നിക്ഷേപ പദ്ധതികൾ എന്തൊക്കെയുണ്ട്, ബാങ്കുകളിലൂടെയുള്ള വായ്പകൾ എന്തൊക്കെയുണ്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ കവർ ചെയ്യും. പിന്നെ നമ്മൾ ഡിജിറ്റൽ ബാങ്കിങ്ങിന് എന്തൊക്കെ സൗകര്യങ്ങളാണ് ബാങ്കുകളിലുള്ളത്, അത് ഡിജിറ്റൽ തട്ടിപ്പുകൾ, ഡിജിറ്റൽ ഫ്രോഡ്സ് എന്തൊക്കെയുള്ളത്, പിന്നെ പരാതി പരിഹാര സംവിധാനം, ഇങ്ങനെയായിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ കവർ ചെയ്യുന്നത്. കരിമണ്ണൂർ CDS ചെയർപേഴ്സൺ പുഷ്പ വിജയൻ സ്വാഗതം ആശംസിച്ചു. ജില്ലാ മിഷൻ മൈക്രോ ഫിനാൻസ് പ്രോഗ്രാം മാനേജർ സൂര്യ CS ഡിപ്പോസിറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാമിനെ കുറിച്ച് വിശദീകരിച്ചു. കുറച്ച് പേർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ക്ലാസ് കേട്ട്, അതായത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു ശ്രദ്ധയോട് തന്നെ ക്ലാസ്സിലിരിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. CDS ചെയർപേഴ്സൺ മിനി ജേസൺ, CDS മെമ്പർമാരായ ഡെയ്സി ജോണി, ആലീസ് ജോൺ, റെജീന ഷാജി, ശോഭന രാമചന്ദ്രൻ, സലോമി വർഗീസ്, മേരി വർഗീസ്, മിനി രാജു, ബോബി കൃഷ്ണ, ലറ്റീഷ ജേക്കബ്, ADS സെക്രട്ടറി ലിസി മാത്യു, CDS മെമ്പർ സെക്രട്ടറി ജിഷ, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ രമ്യ രാജു, അജ്മി ഷാഫി, ഷെറീന ഹമീദ്, CDS അക്കൗണ്ടന്റ് മഞ്ജു ദേവസ്യ, 14-ാം വാർഡിൽ നിന്നുള്ള അയൽക്കൂട്ട പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. IMAയുടെ നേതൃത്വത്തിൽ കുട്ടമ്പുഴ പന്തപ്രയിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. IMA ട്രൈബൽ വെൽഫെയർ കമ്മിറ്റി മിഡ് സോൺ കോർഡിനേറ്റർ ഡോക്ടർ മുരുകേഷ് V ഉദ്ഘാടനം നിർവഹിച്ചു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ പ്രൊജക്ട് ഡയറക്ടറും ചീഫ് ട്രെയിനറുമായ ഫ്രാൻസിസ് മൂത്തേടൻ ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. IMAയുടെ നേതൃത്വത്തിൽ കുട്ടമ്പുഴ പന്തപ്രയിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ക്യാമ്പ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, മെന്റർ കെയർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുട്ടമ്പുഴ യൂണിറ്റ്, കോതമംഗലം നിയോജക മണ്ഡലം വനിതാ വിംഗ് എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് പന്തപ്ര ആദിവാസി കോളനിയിൽ ക്യാമ്പ് നടന്നത്. IMA ട്രൈബൽ വെൽഫെയർ കമ്മിറ്റി മിഡ് സോൺ കോർഡിനേറ്റർ ഡോക്ടർ മുരുകേഷ് V ഉദ്ഘാടനം നിർവഹിച്ചു. 100 ബില്യൺ ന്യൂറോണുകൾ ഉണ്ടെന്ന് പറയുന്നത്. ന്യൂറോണുകളെ ബൾബുമായി സാദൃശ്യപ്പെടുത്തിയാൽ നമ്മുടെ തലച്ചോറില് കോടാനുകോടി ബൾബുകളുണ്ട്. ഈ ബൾബുകൾ കത്തുകയും തെളിയുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. മനസ്സിനെ തകർക്കുന്ന ഒരു രോഗമാണ് മദ്യാസക്തി. മദ്യത്തോടും മയക്കുമരുന്നിനോടും തോന്നുന്ന ആസക്തി ഒരു രോഗമാണ്, തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ്. ഭയം, പേടി, മറ്റുള്ളവരെ സംശയം, ഉത്കണ്ഠ, ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നത് മദ്യവും മയക്കുമരുന്നുകളാണ്. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കായൻ, IMA കോതമംഗലം പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ്, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA സിബി,
കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സെക്രട്ടറി ബെന്നി CJ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുട്ടമ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് എൽദോസ് MM, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലം വനിതാ വിംഗ് പ്രസിഡന്റും മെന്റർ കെയർ ഡയറക്ടറുമായ ആശ ലില്ലി തോമസ്, രാജഗിരി ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ J. ആന്റണി, ഇടമലയാർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ രാജീവ് P, ഊരുമൂപ്പൻ, കുട്ടൻ ഗോപാലൻ എന്നിവർ സംസാരിച്ചു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ MMIRCA പ്രൊജക്ട് ഡയറക്ടറും ചീഫ് ട്രെയിനറുമായ ഫ്രാൻസിസ് മുത്തേടൻ ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയിലെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് 74 വർഷം പിന്നിടുന്ന വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂൾ നവോത്ഥാന പാതയിലേക്ക്. അടിസ്ഥാന സൗകര്യക്കുറവുകൾ മൂലം കുരുന്നുകളുടെ പ്രാഥമിക വിദ്യാഭ്യാസം വീർപ്പുമുട്ടിയിരുന്ന വിദ്യാലയത്തിന് നവോത്ഥാന പാതയൊരുക്കിയത് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്തിന്റെ ഇടപെടൽ മൂലമാണ്. സ്കൂൾ സൗന്ദര്യവൽക്കരണത്തിന് 7,50,000 രൂപ അനുവദിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിലൂടെ വരുവാനിരിക്കുന്ന അധ്യയന വർഷത്തിൽ വണ്ടിപ്പെരിയാറിന്റെ ചരിത്ര വിദ്യാലയം കുരുന്നുകളെ വരവേൽക്കുന്നത് ഹൈടെക് സൗകര്യങ്ങളോടെ. സ്കൂൾ വികസന പാതയിൽ എത്തുന്നതിന്റെ നിർവൃതിയിൽ അധ്യാപകരും. തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിലെയും പരിസര പ്രദേശങ്ങളിലെയും നിർധന തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിനായി 1950 ആരംഭിച്ച വിദ്യാലയമാണ് വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് LP സ്കൂൾ. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലായി പരിമിതമായ വിദ്യാർത്ഥികളെ കൊണ്ട് ആരംഭിച്ച ഈ വിദ്യാലയം ഇന്ന് പ്രീ പ്രൈമറി LP വിഭാഗങ്ങളിലായി 374 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ജില്ലയിലെ 1ാമത്തെ വിദ്യാലയമാണ്. എന്നാൽ ചുരുങ്ങിയ കാലയളവിലാണ് ഈ വിദ്യാലയത്തിലെ അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിച്ചു വരുന്നത്. സ്കൂളിനെ ഹൈടെക് പദവിയിലേക്ക് ഉയർത്തുന്നതിന് അശ്രാന്ത പരിശ്രമമാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നടത്തി വരുന്നതെന്ന് സ്കൂൾ പ്രഥമാധ്യാപകൻ P. പുഷ്പരാജ് പറയുന്നു. ഒരു ഗവൺമെൻറ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിധികളും പ്രാരാബ്ദങ്ങളും പരാധീനതകളും ഉണ്ടാകും. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ആ ഒരു മാനസിക സന്തോഷം അത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓരോ കളികളിലും ഏർപ്പെടുന്നത്. അവർക്ക് സ്വസ്ഥമായി കളിക്കാനുള്ള, പഠനത്തോടൊപ്പം കളിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കി തീർത്തിട്ടുണ്ട്. അതിന് ബഹുമാനപ്പെട്ട നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാജി പൈനാടത്തിനോട് എല്ലാ വിധത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. കുരുന്നുപാദങ്ങൾക്ക് ഇനി സ്കൂൾ അങ്കണത്തിൽ പാറി നടക്കുന്നതിനായി ഇന്റർലോക്ക് വിരിക്കുകയും ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളിൽ കയറി എത്തുന്നതിനായി നിർമ്മിച്ച പടികൾ നവീകരിച്ച് കുട്ടികൾക്ക് ആയാസമായി കയറുന്നതിനുമായി തന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 7,50,000 രൂപയാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനുവദിച്ചത്. സ്കൂളിന് ഒരു ഹൈടെക് ക്ലാസ് റൂം കൂടി നിർമ്മിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് താനെന്ന് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത് പറഞ്ഞു. വളരെ നല്ല അധ്യാപകരുടെ നിര ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള പ്രചോദനങ്ങൾക്ക് കുട്ടികൾക്ക് സൃഷ്ടിക്കണമെങ്കിൽ വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, അവർക്ക് വിഷ്വൽ മീഡിയയിലൂടെ ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. അതിനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഡിജിറ്റൽ സ്മാർട്ട് ക്ലാസ് റൂം ഇവിടെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ. അതെല്ലാം വരുമ്പോൾ ഈ സ്കൂള് ഈ ഇവിടുത്തെ ഏറ്റവും മികച്ച ഒരു സ്കൂളായി മാറും. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് പോകുന്നത്. സ്കൂൾ നവീകരണ പാതയിൽ എത്തുമ്പോൾ വിദ്യാർത്ഥികളിലെ മാനസിക ഉല്ലാസം വർദ്ധിക്കുന്നതായും സ്വകാര്യ സ്കൂളുകളുടെ നിലവാരത്തിനൊപ്പം സർക്കാർ സ്കൂളുകൾ വളരുന്നത് നാടിന് അഭിമാനമാവുന്നതായും സ്കൂൾ അധ്യാപകനായ ഹുസൈൻ സാദത്ത് പറയുന്നു. വീണ്ടും ഈ സ്കൂളിന് ആവശ്യമായ ഫണ്ടുകൾ അനുവദിക്കാം എന്ന് ഞങ്ങളോട് വാക്ക് നൽകിയിട്ടുണ്ട്. ഈ അവസരത്തിൽ മെമ്പറിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ അധ്യാപകരും രക്ഷകർത്താക്കളും കുട്ടികളും വളരെ നന്ദിയോടുകൂടിയാണ് ഈ ഒരു പ്രവർത്തനത്തെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. ആ നന്ദിയും സ്നേഹവും എല്ലാ കാലത്തും മെമ്പറിനോട് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. എല്ലാവിധ ആശംസകളും മെമ്പർക്ക് ഈ അവസരത്തിൽ ഞങ്ങൾ സ്റ്റാഫ് എന്ന നിലയിൽ അറിയിച്ചുകൊള്ളുന്നു. സ്കൂൾ പരിസരങ്ങൾ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത് കരാറുകാരനായ N. ഷാനാണ്. സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് നന്ദി അറിയിക്കുന്നതായി അധ്യാപകരെ പ്രതിനിധീകരിച്ച് സീനിയർ അധ്യാപിക ലീമ ടീച്ചർ അറിയിച്ചു. മെമ്പർ அவர்கள் 7,50,000 ரூபாய் எங்கள் ஸ்கூலுக்கு அனுமதித்து இந்த ஸ்கூலினுடைய முற்றத்தையும் அது மாதிரி குழந்தைகள் ஏறி செல்லக்கூடிய அந்த படிக்கட்டுகளையும் நல்லாக்கி தந்திருக்காங்க. அதுக்காக நாங்கள் எங்கள் ஆசிரியர்கள், தலைமை ஆசிரியர், பள்ளி மாணவர்கள் சார்பாக எங்களுடைய நன்றியை தெரிவித்துக் கொள்கிறோம். இனியும் ஸ்கூலில் கொஞ்சம் கூட நிறைய காரியங்கள் செய்ய வேண்டியது இருக்குது. அதுக்கும் அடுத்த வருஷமும் எங்கள் ஸ்கூலுக்காக நிறைய உதவிகள் செய்கிறோம்னு வாக்குறுதி தந்திருக்காங்க. அதற்காக எங்கள் பள்ளி சார்பாக அவருக்கு எங்களுடைய நன்றியை தெரிவித்துக் கொள்கிறோம். പ്രീ പ്രൈമറി LP വിഭാഗങ്ങളിലായി ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് LP സ്കൂൾ
നവോത്ഥാന പാതയിൽ എത്തുന്നതോടെ വരുന്ന അധ്യയന വർഷത്തിൽ ധാരാളം വിദ്യാർത്ഥികൾ ഈ പ്രാഥമിക വിദ്യാലയത്തിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും PT അംഗങ്ങളും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ഇടുക്കി ന്യൂമാൻ LP സ്കൂളിൽ പഠനോത്സവം 2024 നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം മരിയാപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിജോ ജോർജ് നിർവഹിച്ചു. വാർഡ് മെമ്പർ നിർമ്മല ലാലച്ചൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ന്യൂമാൻ LP സ്കൂളിൽ പഠനോത്സവം 2024 നടന്നു. 2023-24 വർഷത്തെ പൊതുവിദ്യാലയങ്ങളിലെ അക്കാദമിക മികവുകളെ പൊതുസമൂഹവുമായി പങ്കുവെക്കലാണ് പഠനോത്സവം കൊണ്ട് ലക്ഷ്യമിടുന്നത്. പഠനത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ട കാര്യങ്ങൾ നിർഭയമായി വിനിമയം ചെയ്യാനുള്ള അവസരമാണ് പഠനോത്സവത്തിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. ന്യൂമാൻ LP സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ വാർഡ് മെമ്പർ നിർമ്മല ലാലച്ചൻ അധ്യക്ഷത വഹിച്ച യോഗം മരിയാപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും അവർ പഠിച്ച ഒരു വർഷം കൊണ്ട് പഠിച്ചതെല്ലാം ഇവിടെ അവതരിപ്പിക്കുകയാണ്. പിന്നെ ഇപ്പം നിഷ്കളമായ പിള്ളേർ ഈ ഇതുപോലെ തന്നെ, അതായത് പ്രായമാകുമ്പോൾ ഇവരുടെ നിഷ്കളങ്കതയൊക്കെ ഇവിടെ മാറി വരുന്ന കാലമാണ്. പിള്ളേർ എല്ലാ വീട്ടിലും 1-2 പിള്ളേരൊക്കെ ഉള്ളൂ, കുട്ടികളെ ഉള്ളൂ. ഇപ്പോൾ അത് കാരണം ഇവർക്ക് സാർത്ഥത കൂടി വരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ. ഈ നിഷ്കളങ്കത തന്നെ ഈ പിള്ളേർ പ്രായമായി വരുമ്പോഴും ഇതുപോലെ തന്നെ നിലനിർത്തട്ടെ എന്ന് ആശംസിക്കുന്നു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സുദീപ മുഖ്യപ്രഭാഷണം നടത്തി. ആശംസ അറിയിച്ച സിസ്റ്റർ ലിമ റോസ്, അമൽ ആന്റണി, MPTA പ്രസിഡന്റ് അരുണ്യ കൃഷ്ണൻ, ജുവൽ മരിയ ഷെറിൻ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അറക്കുളം AEO ഓഫീസിന് മുമ്പിൽ KPSTA പ്രതിഷേധ ധർണ നടത്തി. മുൻ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി VM ഫിലിപ്പച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാഴ്ത്തി LDF പീരുമേട് നിയോജക മണ്ഡലതല കൺവെൻഷൻ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK അഷ്റഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പെരിക്കോണി റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 24-ന് പെരിക്കോണി വെയിറ്റിംഗ് ഷെഡിൽ വെച്ച് സായാഹ്ന ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാരുണ്യം കുടുംബസുരക്ഷാ പദ്ധതിയിൽ ചേർന്ന ശേഷം മരണമടഞ്ഞ അംഗങ്ങൾക്കുള്ള ക്ലെയിം തുക വിതരണവും ഏകോപന സമിതി ജില്ലാ കൗൺസിൽ യോഗവും 21-ന് ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ വെച്ച് നടത്തുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വന്യജീവി ആക്രമണമടക്കം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ എന്നും ഇടുക്കിക്കൊപ്പമെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.